لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും അതല്ലെങ്കിലുള്ള ഗുരുതരമായ ഭവിഷ്യത്തുകളും ശിക്ഷകളുമൊക്കെ വിശദീകരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുവാനുള്ളത് ബാബു തഹരീമിൽ കെദിബി എന്ന അധ്യായമാണ്. തഹരീമുൽ കെദിബ്, അൽ കെദിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയൽ നിഷിദ്ധമാണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ആയത്തുകൾ, അതേപോലെ തന്നെ ഹദീസുകൾ. നമുക്കറിയാം എന്താണ് കളവ്. വസ്തുതക്ക് നിരക്കാത്തതെന്തും കളവിൻ്റെ ഗണത്തിലാണ് പെടുന്നത്. കളവിൽ ഏറ്റവും ഗൗരവമുള്ള കളവ് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പേരിലുള്ള കള്ളം പറയലാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ അൻആമിലെ 144-ാമത്തെ സൂക്തത്തിലൂടെ ചോദിക്കുന്നുണ്ട്, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമിൻ ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എന്താ അവിടെ അള്ളാഹു ചോദിക്കുന്നത്? ഫമൻ അദ്ലമു, ഏറ്റവും കടുത്ത അക്രമി ആരാണുള്ളത്? ആരേക്കാൾ? മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ അവൻ കള്ളം കെട്ടിച്ചമക്കുന്നു. അവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത്? അത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് യാതൊരു അറിവും കൂടാതെ അവൻ ജനങ്ങളെ എന്ത് ചെയ്യുകയാണ്? പിഴപ്പിക്കുകയാണ്. അത് കാരണം ഉടനെ സംഭവിക്കുന്നത് അതാണ്. അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന കാര്യം എന്താണ്? അറിവില്ലാതെ ജനങ്ങളെ വഴിപിഴപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗുരുതരമായ പാപമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുക എന്നുള്ളത് തന്നെ രണ്ട് ഇനം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, അള്ള പറയാത്തത് പറഞ്ഞു എന്ന് പറയാം. അള്ള പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഗതി, അങ്ങനെ ഒരു ആയത്തില്ല, അതേ അവസരത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് വെറുതെ പറയുക. മറ്റൊരു ഇനം ഏതാണ്? അള്ളാഹുവിൻ്റെ കലാമ് ദുർവ്യാഖ്യാനിക്കുക, എന്നിട്ട് അതിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലപ്പുറം മറ്റേതെങ്കിലും തലങ്ങളിലേക്ക് അതിൻ്റെ തഫ്സീർ കൊടുത്ത്, വ്യാഖ്യാനം കൊടുത്ത്, റബ്ബെന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ എതിരി ഇവൻ പറയാം. എന്നിട്ട് അവൻ പറയും അള്ളാഹു ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ ആയത്തിൽ നിന്ന് നമുക്കിതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അവൻ വാദിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ പേരിൽ വമ്പിച്ച കള്ളം കെട്ടിപ്പറയലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് ഒരു മനുഷ്യൻ തെറ്റായ അർത്ഥങ്ങൾ മനഃപൂർവ്വം പറയുമ്പോൾ വലിയ അപകടത്തിലേക്കാണ് അത് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുക. ആയത്തൊക്കെ ഓതി വിശദീകരിക്കുമ്പോൾ വളരെ സൂക്ഷ്മത വേണം. കാരണം റബ്ബിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പറയലാണല്ലോ നമ്മൾ ആയത്തിന് തഫ്സീർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ മാനുഷികമായ നിലക്കുള്ള വല്ല അബദ്ധങ്ങളും, അവൻ മനസ്സിലാക്കിയിടത്തുള്ള വല്ല വീഴ്ചകളോ, അല്ലെങ്കിൽ അവൻ്റേതായ അറിവിൻ്റെ പരിമിതി കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചാൽ അത് അള്ളാഹു മാപ്പാക്കി കൊടുത്തേക്കും. കാരണം ദീനിൽ അള്ളാഹു അങ്ങനെ ഒരു പ്രയാസവും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. കാരണം മനഃപൂർവ്വമല്ല, മനഃപൂർവ്വം അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ദുർവ്യാഖ്യാനം കൊടുത്തതല്ല. സംഗതിവശാൽ വിശദീകരിച്ചപ്പോൾ അല്പം അബദ്ധങ്ങൾ സംഭവിച്ചു. അത് അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു ഓരോരുത്തരുടെയും കഴിവിലപ്പുറം അവരോട് കൽപ്പിക്കുന്നില്ല. അതേ അവസരത്തിൽ തൻ്റേതായ താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾക്ക് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ചമക്കുന്ന ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. അവരുടെ താല്പര്യങ്ങൾ തൗഹീദിന്റെ ആയത്തുകൾ പോലും എടുത്തിട്ട് ശിർക്ക് ചെയ്യാൻ തെളിവാക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ഗുരുതരമായ പാതകമാണത് സഹോദരങ്ങളെ. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പോലും അതെടുത്തുകൊണ്ട് അത് സ്ഥാപിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ 1/3 അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനൊരിക്കലും പൊറുക്കാത്ത പാതകമാണ് ശിർക്കെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പോലും റബ്ബിൻ്റെ ഖുർആൻ ആയത്തുകൾ പോലും ഓതിയിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ സഹായം തേടുന്നതിനേക്കാൾ നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്നൊക്കെ ആയത്തോതിയിട്ട് അതിനെ അള്ളാഹു ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നതൊക്കെ റബ്ബിൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ കളവാണ്. അവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുക എന്ന് പറയുമ്പോൾ 2 നിലക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ള പറയാത്തത് പറഞ്ഞു എന്ന് പറയാം. 2, അള്ള പറഞ്ഞ വചനങ്ങളെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് വ്യാഖ്യാനിച്ചിട്ട് കള്ളം പറയാം. രണ്ടും ഗുരുതരമായ പാതകമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കള്ളം പറയുന്നതും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ മാത്രമല്ല ആ കളവ് ചാർത്തുന്നത്, അള്ളാഹിൻ്റെ പേരിൽ കൂടിയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അള്ള പഠിപ്പിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ മാത്രം ഒതുങ്ങൂല. ആ കളവ് അള്ളാഹുവിൻ്റെ മേലുമുള്ള കളവായിട്ടാണത് മാറുക. പ്രവാചകൻ എന്ത് പറയുന്നതും ദീന് പറയുന്നത് റബ്ബ് വഹീ കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയാ വമ്പിച്ച അപരാധമാണ്. ധാരാളം തവണ നമ്മൾ കേട്ട ഹദീസുകളാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദ, ആരെങ്കിലും എൻ്റെ മേൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ എത്രയും വേഗം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. മൻ ഖാല അലയ്യ മാലം അഖുൽ, എൻ്റെ മേൽ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് മാലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞാൽ അതും ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത കളവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മേലുള്ള കളവും റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള കളവുമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ കെട്ടുകഥകളായി ലോകത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഷിയാക്കളിലെ അങ്ങേയറ്റം പഴച്ച കക്ഷികളായ റാഫിളത്ത് എന്ന് പറയുന്ന വിഭാഗമാണ് ലോകത്ത് ലക്ഷത്തിൻ്റെയും പുറത്ത് ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയത് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഓരോ വിഭാഗങ്ങളും അവരുടെ ചില താല്പര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു എന്ന് നബിയുടെ പേരിൽ കള്ളം പറയുന്നവരുണ്ട്. അവിടുന്ന് പറഞ്ഞ ഹദീസുകളെ തന്നെ നേരത്തെ ആയത്തിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് കളവ് പറയുന്നത് പോലെ ഹദീസുകൾക്ക് തെറ്റായ വ്യാഖ്യാനം കൊടുക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂല് പറയാത്തത് പറഞ്ഞു എന്ന് പറയലല്ലേ, അതും ഗുരുതരമായ പാതകമാണ്. ഇനി മൂന്നാമത്തൊരു വശം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ പ്രവാചകന്റെ മുടിയാണിത്, നബി ഉപയോഗിച്ച പാത്രമാണിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണിത്, അവിടുന്ന് ഊന്നി നടന്നിരുന്ന വടിയാണിത്, അവിടുന്ന് ധരിച്ചിരുന്ന വസ്ത്രമാണിത്, അവിടുന്ന് ധരിച്ചിരുന്ന ചെരുപ്പാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും ലോകത്ത് ചില വളരെ അള്ളാഹുവിനെ ഭയമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ബാധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുടിയാണ്, നബിയുടെ വടിയാണ്, നബിയുടെ മെതിയടിയാണ്, നബിയുടെ വസ്ത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നും കേരളത്തിൽ മർക്കസിൽ സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കാന്തപുരം വിഭാഗം അവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പൊക്കി കാണിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രം ഇതാ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം. എന്ത് പാത്രം? അള്ളാഹിൻ്റെ റസൂൽ ഉപയോഗിച്ചൊരു പാത്രം എന്ന് നിലവിലുണ്ടോ? പാത്രം എന്ന് മാത്രമല്ല, അവിടുന്ന് ഉപയോഗിച്ചതൊന്നും ഇന്ന് ലോകത്ത് നിലവിലില്ല.
അപ്പം അങ്ങനെ അള്ളാഹിൻ്റെ റസൂല് പറയാത്തത് പറഞ്ഞു എന്ന് പറയും. അവിടുത്തെ ശരീരത്തോട് ബന്ധപ്പെട്ടതല്ലാത്ത ഒരു വസ്തു ഉയർത്തി കാണിച്ചിട്ട് ഇത് അള്ളാഹിൻ്റെ റസൂലിൻ്റെതാണ് എന്ന് പറയലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറയലാണ്. അങ്ങനെ ലോകത്ത് പല കള്ളത്തരങ്ങളും കള്ളവാദികളും ധാരാളം സുലഭമായി നമുക്ക് ഈ മേഖലയിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ ആലോചിച്ചു നോക്കൂ, അതാണ് കളവ്. ഏറ്റവും ഗുരുതരമായ കളവ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഇനമാണെന്ത്? ജനങ്ങളുടെ മേൽ കള്ളം പറയുക എന്നുള്ളത്. ജനങ്ങളുടെ മേൽ കള്ളം പറയാ, ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു കള്ളനായി പ്രത്യക്ഷപ്പെടലും അങ്ങനെ തന്നെയാണ്. അതായത് മനസ്സിൽ ഒന്ന് ഒളിപ്പിച്ചു വെക്കുന്നു, ജനങ്ങളുടെ മുമ്പിൽ അവൻ നല്ലവനായി അഭിനയിക്കുന്നു. വാസ്തവത്തിൽ അത് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളോട് കള്ളം പറയുന്നതിന് തുല്യമല്ലേ? ഞാൻ നല്ലവനാണെന്ന് ജനങ്ങളോട് പറയാണ്, പക്ഷേ അവൻ്റെ ഉള്ളെന്താണ്? ശുദ്ധമായ കാപട്യമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ അവൻ കള്ളം പ്രകടിപ്പിക്കുന്നതിൻ്റെ തെളിവാണ്, മുനാഫിക്കിൻ്റെ ലക്ഷണവുമാണ്. ശേഷം വരുന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാനും സാധിക്കും. ഇനി രണ്ടാമത്തെ ഇനം എന്താണ്? ജനങ്ങൾക്കിടയിൽ തന്നെ എന്ത് ചെയ്യുക? ഒരാൾ പറയാത്തത് പറഞ്ഞു എന്ന് പറയാം. ഒരാൾ പറഞ്ഞിട്ടില്ല ഒരു കാര്യം, അങ്ങനെ പറയാത്തൊരു കാര്യം എന്ത് ചെയ്യുക? ഒരാളെ കുറിച്ച് നമ്മൾ പറയാം, അയാൾ ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് കണ്ടു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇന്നത് കേട്ടു, ഞാനത് കേട്ടിട്ടില്ല, ഞാൻ ഇന്നയിടത്ത് പോയി, അയാൾ പോയിട്ടില്ല. അതുപോലെ തന്നെ ഇന്നയാൾ ഇന്നത് പറഞ്ഞു, ഇന്നയാൾ ഇന്ന പ്രവൃത്തി ചെയ്തു, നമുക്ക് ഇയാൾ കണ്ടതുപോലെ കേട്ടതുപോലെ അങ്ങ് പറയാ. വാസ്തവത്തിൽ അത് എത്രമാത്രം വലിയ അബദ്ധമാണ്, കള്ളമാണത്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഈ അധ്യായത്തിൽ കദിബ്, കള്ളം പറയൽ കടുത്ത ഹറാമാണെന്ന് പറഞ്ഞ ഉടനെ പോൽബലകമായി നൽകിയ ഒന്നാമത്തെ ആയത്ത് എന്താണ്? സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ സൂക്തം. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വലാ തഖഫു, നീ പിന്തുടരരുത്, നീ പിന്നാലെ കൂടരുത്. എന്തിനെ? മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തതിൻ്റെ പിറകെ നീ പോകരുത്. അപ്പം നല്ല അറിവുള്ളതേ നമ്മൾ പറയാവൂ, അറിവുള്ളതേ കൈകാര്യം ചെയ്യാവൂ, അല്ലാത്തതിൻ്റെ പിന്നാലെ പോകരുത്. എന്താ കാരണം? ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും മുമ്പിൽ ജയിക്കലല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇന്ന സമഅ, തീർച്ചയായും കാത്, വൽ ബസറ, കണ്ണ്, വൽ ഫുആദ, ഹൃദയം, കുല്ലു ഉലൈക, അവയെല്ലാം തന്നെ കാന അൻഹു, അവയെക്കുറിച്ചെല്ലാം മസ്ഊല, ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. കണ്ണുകൊണ്ട് എന്തെല്ലാം കണ്ടു, കാതുകൊണ്ട് എന്തെല്ലാം കേട്ടു, നാവുകൊണ്ട് എന്തെല്ലാം സംസാരിച്ചു, ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തിച്ചു, ഏതെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നു, എല്ലാത്തിനും അവിടെ മറുപടി പറയേണ്ടി വരും. അതേപോലെ തന്നെ സൂറത്ത് ഖാഫിലെ 18-ാമത്തെ ആയത്ത്, ഖാല തആല മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ആയത്താണ്. മാ യൽഫിളു മിൻ ഖൗലിൻ, മനുഷ്യൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഉരിയാടുന്നില്ല, ഇല്ലാ ലദൈഹി, അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ, റഖീബുൻ അതീദുൻ, വളരെ സൂക്ഷ്മതയോടെ ഒരുങ്ങി പാർത്ത് തയ്യാറായി കാത്തു നിൽക്കുന്ന മലക്കുകൾ അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ മനുഷ്യൻ ഒരു വാചകവും പറയുന്നില്ല, ഉരിയാടുന്നില്ല. നമ്മൾ പറയുന്ന എല്ലാ വാചകങ്ങളും വളരെ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നാണ്. ഒന്നും റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. റഹ്മാനായ റബ്ബ് സൂറത്തു സുഹ്റുഫിൽ 80-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വ നജ്വാഹും, അവരിങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം, നമ്മളോടുള്ള റബ്ബിൻ്റെ ചോദ്യമാണ്, എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അവർ വിചാരിക്കുന്നുണ്ടോ അന്നാ ലാ നസ്മഉ, നാം കേൾക്കുന്നില്ലെന്ന്, സിർറഹും, അവരുടെ സ്വകാര്യങ്ങൾ, വ നജ്വാഹും, അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ, അവരുടെ രഹസ്യങ്ങൾ, സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നാം കേൾക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? മാത്രമല്ല റബ്ബ് ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു, വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ദൂതന്മാർ അവരുടെ സമീപത്തിരുന്ന് എല്ലാം കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എല്ലാം അവിടെ രേഖയുണ്ട്. കിറാമൻ കാത്തിബീൻ, വളരെ മാന്യന്മാരായ നല്ലവരായ എഴുത്തുകാരാണവര്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ട്. അതുപോലെ തന്നെ ശരി പകർപ്പെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ശരി പകർപ്പ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പൊ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാവുക? അപ്പം അതുകൊണ്ട് തന്നെ കള്ളം പറയുക എന്നുള്ളത് എത്ര ഗുരുതരമായിട്ട് മനുഷ്യൻ ചിന്തിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊരു കാര്യവും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നാവിൽ നിന്ന് ഉരിയാടുന്ന എന്തും മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ അവന് പറയാൻ കഴിയൂല എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ മുൻഗാമികളുടെ ഒരു സൂക്ഷ്മത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം പറയട്ടെ. ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല എന്ന് പറഞ്ഞ ആരാണ്? 4 മദ്ഹബിന്റെ പ്രസിദ്ധരായ ഇമാമിയങ്ങളിൽ 4ാമത്തെ വ്യക്തിത്വമാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. ആ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാമുസ് സുന്ന എന്നാണ് അറിയപ്പെടുന്നത്. വലിയ അഗ്രഗണ്യനാണ്, അപാര പണ്ഡിതനാണ്. അങ്ങനെയുള്ള ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി രോഗിയായിട്ട് അദ്ദേഹം ഇങ്ങനെ, നമ്മളുണ്ടല്ലോ വേദന സഹിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമല്ലോ, ഒരു നിരങ്ങല്, ഒരു മൂളലൊക്കെ, എനിക്ക് വയ്യലോ, അല്ലെങ്കിൽ അല്ലാ, ഇങ്ങനെയൊക്കെയുള്ളൊരു എന്താണ് നമ്മുടെ ഒരു വിഷമം പ്രകടിപ്പിക്കുമല്ലോ വേദനയുണ്ടാകുമ്പോൾ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു തേങ്ങലിൻ്റെ ശബ്ദം വന്നപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു. എന്താണ് പറയപ്പെട്ടത്? തീർച്ചയായും നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട താവൂസ് എന്ന താബിഈ പണ്ഡിതൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ആ താവൂസ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത്? ഇന്നൽ മലക്ക, തീർച്ചയായും നമ്മുടെ എല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകൾ യക്തുബു ഹത്താ അനീനൽ മരീളി, രോഗിയുടെ ആ ഒരു വിഷമങ്ങൾ, രോഗി പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സങ്കടത്തിൻ്റെ ശബ്ദങ്ങൾ വരെ, അവൻ്റെ തേങ്ങലടികൾ വരെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, നോക്കൂ നിങ്ങൾ ചരിത്രം പറയാണ്, ഫഅംസക റഹിമഹുല്ലാ യഅനി അൽ ഇമാം അഹ്മദ് അനിൽ അനീൻ, അങ്ങനെ ഒരു ഞരങ്ങലും മൂളലും കൂടിയും അദ്ദേഹം നിർത്തിവെച്ചു. വസാറ യതസബ്ബറു, എന്നിട്ട് സഹിച്ച് കിടന്നു എന്നാണ്. വലാ യഇന്നു ഖൗഫൻ മിൻ അൻ യുക്തബ അലൈഹി, ആ ഞരക്കവും മൂളലുമെങ്ങാനും അള്ള തനിക്ക് നൽകിയ രോഗത്തോടുള്ള തൻ്റെ ഒരു വെറുപ്പോ അല്ലെങ്കിൽ തൻ്റെ ഒരു തൃപ്തിയില്ലായ്മയോ ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തപ്പെടുമോ എന്ന് പേടിച്ചിട്ട് രോഗിയായി കിടക്കുമ്പോഴുള്ള ആ ഒരു ഏങ്ങൽ, ഒരു തേങ്ങൽ, ആ ശബ്ദം പോലും മഹാനവറുകൾ നിർത്തിവെച്ചു. അതിൽ പോലും സൂക്ഷ്മത കാണിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവരൊക്കെ അവരുടെ അവയവങ്ങളെ ശ്രദ്ധിച്ചത്, എത്ര വലിയ സൂക്ഷ്മതയോടുകൂടെയാണ് അവരൊക്കെ ജീവിച്ചത് എന്നുകൂടി നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻഗാമികളായ ആളുകളൊക്കെ ഒരു രോഗി ഇപ്പോൾ ഒരു ഏങ്ങലടിക്കുക അല്ലെങ്കിൽ രോഗി ഇങ്ങനെ ഞരങ്ങാൻ മൂളുക എന്നുള്ളതൊന്നും ഇപ്പോൾ ഒരു തെറ്റല്ല. പക്ഷെ അതുപോലും സൂക്ഷിച്ച ആ മുൻഗാമികളുടെ പിൻഗാമികളായ നമ്മൾ നിർബാധം നമ്മുടെ നാവിനെയും കൈകാലുകളെയും കണ്ണിനെയും കാതിനെയും ഒക്കെ തെറ്റായ കാര്യങ്ങളിലേക്ക് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന, സ്വതന്ത്ര വിഹാരത്തിന് വേണ്ടി സമ്മതം നൽകിക്കൊണ്ട് നമ്മൾ അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലത്ത് എത്രത്തോളം നമ്മളൊക്കെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ആ സംഭവം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കളവ് പറയുന്നതിൻ്റെ ഗൗരവമാണ് ഇനി നമുക്ക് ഏറ്റവും സത്യസന്ധതയായിരിക്കണം ഒരാളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. കളവ് ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത് എന്ന് നമ്മെ അറിയിക്കുന്ന ഹദീസുകളിലേക്കാണ് നീങ്ങുന്നത്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الرجل ليصدق حتى يكتب عند الله صديقا وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار
وإن الرجل ليكذب حتى يكتب عند الله كذابا متفق عليه. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താ നബി തങ്ങളുടെ വാചകം? ഇന്ന സിദ്ഖ, തീർച്ചയായും സത്യം പറയുക എന്നുള്ളത്, സത്യസന്ധത. സിദ്ഖ് എന്ന് പറഞ്ഞാൽ കെദിബിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സത്യസന്ധത. ഒരാൾ സത്യസന്ധനായി ജീവിക്കുക, സത്യം മാത്രം പറയുക എന്നുള്ളൊരു സ്വഭാവമാണ് ഒരാൾക്കുള്ളതെങ്കിൽ സത്യം യഹ്ദി, അത് എത്തിച്ചേർക്കും, അത് വഴി കാണിക്കുന്നു. എങ്ങോട്ടാണ് എത്തിക്കുക? ഇലൽ ബിർരി, പുണ്യത്തിലേക്ക്. സത്യം പുണ്യത്തിലേക്കാണ് എത്തിക്കുക. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം. വൈന്നൽ ബിർറ, തീർച്ചയായും പുണ്യമോ യഹ്ദി ഇലൽ ജന്ന, കാരണം അത് സ്വർഗത്തിലേക്കാണ് വഴി കാണിക്കുക. ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും ബിർറ് ചെയ്തിട്ടുള്ള പുണ്യവാന്മാർ, അബ്റാറുകൾ, അവർ സ്വർഗീയ സുഖങ്ങളിൽ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് നയിക്കുന്നു. പുണ്യങ്ങളോ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. വഇന്നർ റജുല, ഇനി ഒരു മനുഷ്യൻ ലയസ്ദുഖു, അവൻ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഒരാൾ സത്യസന്ധതയെ ജീവിതത്തിൻ്റെ ചിഹ്നമായി കൊണ്ടു നടക്കുന്നു. എന്തായാലും വേണ്ടില്ല, അറിഞ്ഞുകൊണ്ടൊരു നുണ ഞാൻ പറയൂല. അങ്ങനെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുന്ന ഒരു മനുഷ്യൻ ഹത്താ യുക്തബ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തപ്പെടും. റബ്ബിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് പേരെഴുതുക? സിദ്ദീഖ, സിദ്ദീഖ് എന്ന സ്ഥാനപ്പേരാണ് റബ്ബിൻ്റെ അടുക്കൽ അയാൾക്ക് കിട്ടുക. ജീവിതത്തിൽ അറിഞ്ഞിട്ടൊരു നുണ പറയാതെ, നുണ പറയാൻ വരുമ്പോഴൊക്കെ വേണ്ട, അത് ഒഴിവാക്കുക. എന്തിനാണ് ഇപ്പം ഞാനത് പറയണത് എന്ന് അള്ളാഹ്ക്ക് വേണ്ടി നാവിനെ അങ്ങ് നിയന്ത്രിച്ച് കളവിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ സത്യസന്ധത ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കിയവർ റബ്ബിൻ്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനപ്പേരെന്തായിരിക്കും? സിദ്ദീഖ്. സിദ്ദീഖീങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് പറയേണ്ടതില്ലല്ലോ. മഹാരഥന്മാരായ നബിമാരെ കഴിഞ്ഞാൽ രണ്ടാമത് എണ്ണിയത് സിദ്ദീഖീങ്ങളെയാണ് ഖുർആൻ. ആരെക്കുറിച്ച് പറഞ്ഞെടുത്ത്? ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് 4 കാറ്റഗറി, 4 വിഭാഗത്തെ എണ്ണിയപ്പോൾ ആദ്യം മിനൻ നബിയ്യീന, പ്രവാചകന്മാർ, വസ്സിദ്ദീഖീന, സിദ്ദീഖുകൾ, സത്യസന്ധന്മാർ, വശുഹദാ, റബ്ബിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ, വസ്സാലിഹീൻ, സുഹൃതവാന്മാരായ മറ്റു സജ്ജനങ്ങൾ എന്നിങ്ങനെ 4 വിഭാഗത്തെ പറഞ്ഞെടുത്ത് നിങ്ങൾ നോക്കൂ, പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ, ആ ഒരു പദവി കിട്ടിയത് എങ്ങനെയാണ്? ജീവിതത്തിൽ കള്ളം പറയാതെ സൂക്ഷ്മത പാലിച്ചതുകൊണ്ടാണ്. ഇനി അതിൻ്റെ നേരെ മറിച്ചുള്ള അവസ്ഥ എന്താണ്? വൈന്നൽ കദിബ, തീർച്ചയായും കള്ളം, കളവ് എന്ന് പറയുന്നത് എവിടേക്കാ കൊണ്ടുപോകുക? നന്മയിലേക്കല്ല കൊണ്ടുപോകുക. ഒരു കളവ് പറഞ്ഞാൽ കളവിൻ്റെ ഒരു കോമ്പല തീർക്കേണ്ടി വരും, ഒരു ചങ്ങല തന്നെ. പിന്നെ തുടർച്ചയായി അവൻ കളവ് ഇങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ആ കളവ് എത്തിക്കുക എങ്ങോട്ടാണ്? ഇലൽ ഫുജൂരി, തെമ്മാടിത്തത്തിലേക്ക്. ഫുജൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെമ്മാടിത്തം, തോന്നിവാസം, തോന്നിവാസത്തിലേക്കാണ് എത്തിക്കുക. വൈന്നൽ ഫുജൂറ, തെമ്മാടിത്തവും തോന്നിവാസവും ഒക്കെ യഹ്ദി ഇലന്നാർ, അത് മനുഷ്യനെ എവിടെ എത്തിച്ചിട്ടേ അടങ്ങൂ? തീയിലെത്തിച്ചിട്ടേ അടങ്ങൂ, നരകത്തീയിലേക്കാവും പോവുക. ഒരിക്കൽ കളവ് പറയാനേ മനുഷ്യന് പ്രയാസം ഉണ്ടാവുള്ളൂ. ആ കളവ് വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കളവ് പറയും. ഒരു കളവ് മറക്കാൻ വേണ്ടി വീണ്ടും കളവ് പറയേണ്ടി വരും. കാരണം പിന്നെ സത്യം പറയാൻ പിന്നെ അവന് പിടുത്തം വിട്ടു, പിന്നെ അവൻ പോകുന്നത് മുഴുവനും തെമ്മാടിത്തത്തിലേക്കായിരിക്കും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മതി, സത്യം പറഞ്ഞാൽ പിന്നെ അയിമ പിടിച്ചു നിൽക്കുക. നമ്മളെപ്പോഴും സാധാരണ പറയാറില്ലേ, സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ വേറൊന്നും പറയേണ്ടി വരില്ല. നേരെ മറിച്ച് കളവാണ് പറഞ്ഞതെങ്കിലോ ആ കളവ് അങ്ങോട്ട് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു 100 നുണയാ പിന്നെ പറയേണ്ടി വരിക. അങ്ങനെ അതാണ്ട് എത്തിക്കണം എങ്ങോട്ട്? തെമ്മാടിത്തത്തിലേക്ക് എത്തിക്കും. തെമ്മാടിത്തം അവന് പിന്നെ പല വാക്കുകൾ, പല പ്രവർത്തനങ്ങൾ, പല ഈ ചെയ്തികൾ മനുഷ്യ ജീവിതത്തിലാണ് സംഭവിച്ചു പോകും. കള്ളനായി കഴിഞ്ഞാൽ, കള്ളം പറയുന്ന സ്വഭാവക്കാരനായി കഴിഞ്ഞാൽ, നുണയനായി കഴിഞ്ഞാൽ പിന്നെ അവനെ അത് എത്തിക്കുന്നത് നരകത്തിയിലേക്കാണ്. പിന്നെയോ വൈന്നർ റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ ലയക്ദിബു, അവൻ കള്ളം പറയുന്നു. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ രേഖപ്പെടുത്തപ്പെടും.
അയാളെക്കുറിച്ച് റബ്ബിൻ്റെ അടുക്കൽ എന്താണ് രേഖപ്പെടുത്തപ്പെടുന്നത്? കദ്ദാബ, പെരും നുണയൻ, വമ്പിച്ച നുണയൻ. കദ്ദാബ് എന്ന് പറഞ്ഞാൽ, കാദിബ് എന്ന് പറഞ്ഞാൽ തന്നെ കള്ളം പറയുന്നവനാ കാദിബ്. അതിൻ്റെ സൂപ്പർ, അങ്ങേയറ്റം നുണ പറയുന്ന, ധാരാളം കള്ളം പറയുന്നവർക്കാണ് എന്ത് പറയാ? കദ്ദാബ്. കദ്ദാബ്, വമ്പിച്ച നുണയൻ, പേരും നുണയൻ എന്നുള്ള സ്ഥാനത്തേക്കാണ് അവൻ, ആ ഒരു പ്രത്യേകമായ കുഴിയിലേക്കാണ് അവൻ വീഴുക. അത് വലിയ പാപമല്ലേ? ഇന്ന കിതാബുൽ ഫുജ്ജാർ, ഫുജ്ജാറുകളുടെ അവസ്ഥ എന്താണ്? നരകമല്ലേ? അവരുടേതായ എല്ലാം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്കല്ലേ? വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കഴിയുന്നത്ര എന്ത് ചെയ്യുക? മനഃപൂർവ്വം ഒരു കള്ളം പറയാതെ നോക്കുക. ഏതെങ്കിലും അവസ്ഥയിൽ അബദ്ധത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിൽ വാസ്തവവിരുദ്ധമായത് കടന്നുകൂടിയിട്ടുണ്ടാകാം. പക്ഷെ മനഃപൂർവ്വമായിരിക്കരുത്, മനഃപൂർവ്വമായിരിക്കരുത്. ഖതകൾ, പിഴവുകളും അബദ്ധങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്. അറിഞ്ഞുകൊണ്ട് കളവ് പറയാ, ഒരു സംഗതി ഇല്ലാത്തത് വെറുതെ നുണ ഉണ്ടാക്കി പറയാ, അത് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പറയും. അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് സംഭവിക്കും. അതിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നൊരു മേഖലയായിട്ട് പറഞ്ഞത് ഏതാണ്? കച്ചവട രംഗത്തെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റുകളിൽ വളരെ കളവുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വസ്തു വിൽപ്പന നടത്തുമ്പോഴും മൈക്കിൽ വിളിച്ചു പറയും, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെതായ പരിസരത്ത് എല്ലാവരും കേൾക്കുന്ന നിലക്ക് ആ വസ്തുവിന് ഇല്ലാത്ത ഗുണങ്ങളും മേന്മകളും മഹിമകളുമൊക്കെയാണ് പറയുന്നത്. പലപ്പോഴും ഇന്ന് കാണുന്ന ആഡുകളിൽ, അഡ്വർടൈസ്മെൻറ്റുകൾ, പരസ്യങ്ങൾ തന്നെ എന്തിനാണ്? ചെലവാകാത്തൊരു വസ്തു ചെലവാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്ത് പരസ്യങ്ങൾ. ആ പരസ്യങ്ങളിൽ പറയുന്നതൊക്കെ എന്തായിരിക്കും? നടക്കാത്ത സംഗതികളായിരിക്കും. ഏത് വസ്തുവാണോ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വസ്തുവിന് ഇല്ലാത്തതാണ് ആ പെരുപ്പിച്ചു പറയുന്നത്. അതൊക്കെ നുണയാണ്. ആ കച്ചവടം കൊണ്ട് തൽക്കാലം കുറച്ച് കാശൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷേ ബറക്കത്തുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കച്ചവടക്കാർക്ക് അള്ളാഹു സത്യസന്ധത പാലിക്കുമ്പോഴാണ് ഭൂരിക്കലഹുമാ, അവർക്ക് രണ്ടുപേർക്കും അള്ളാഹു ബറക്കത്ത് കൊടുക്കുക. അതേ അവസരത്തിൽ കള്ളം പറഞ്ഞാലോ, കള്ളം പറഞ്ഞാൽ അവരുടെ കച്ചവടത്തിൻ്റെ ബറക്കത്ത് അല്ലാഹു തആല മായ്ച്ചു കളയും എന്നാണ്. ഇത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. നുണ പറഞ്ഞിട്ട് 10 റുപ്യ കിട്ടിയിട്ട് ഒരു കാര്യമല്ല, ഇപ്പുറത്ത് 25 പോകും, ഇതാണ് ബറക്കത്ത് പോകുക എന്ന് പറഞ്ഞത്. നമുക്കത് ഉപകാരമില്ലാതാവുക, അങ്ങനെ നേടിയ കാശ് നമുക്ക് ഉപകരിക്കാതായി പോവുക, അതാണ് ബറക്കത്തില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നുണ പറയുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനം അത് എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് കച്ചവട ചരക്കുകളെക്കുറിച്ചുള്ള കള്ളം പറയൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണുവാനും സാധിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ വമൻ കാനത് ഫീഹി ഖസ്ലത്തും മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തും മിൻ നിഫാഖിൻ ഹത്താ യദഅഹാ ഇദാ ഉത്മിന ഖാന വഇദാ ഹദ്ദസ കദബ വഇദാ ആഹദ ഗദറ വഇദാ ഖാസമ ഫജറ. നമ്മൾ മുമ്പും പിന്നെ ഈ ഹദീസ് ചർച്ച ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു വിശദമായ വിവരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും സാന്ദർഭികമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാനായ സഹാബി അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമയുടെ മഹാനായ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, അർബഉൻ, 4 കാര്യങ്ങൾ മൻ കുന്ന ഫീഹി, ആരിലെങ്കിലും ഉണ്ടെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ, 4 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടായാൽ കാന, അവനായിത്തീർന്നു മുനാഫിഖൻ ഖാലിസാ, ശുദ്ധ മുനാഫിഖായി മാറി, അവൻ നമ്പർ 1 മുനാഫിഖായി തീർന്നു. വമൻ കാനത്ത് ഫീഹി, ആരിലെങ്കിലും ഉണ്ടായാൽ ഖസ്ലത്തും മിൻഹുന്ന, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടായാലോ, 4 കൂടി വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നുണ്ടായാലോ, കാനത്ത് ഫീഹി, അവനിൽ ഉണ്ടായി തീർന്നു ഖസ്ലത്തും മിൻ നിഫാഖിൻ, കാപട്യത്തിൽ നിന്ന് അക്കാര്യം അവനിൽ സ്ഥിരപ്പെട്ടു.
എത്ര അളവിലാണുള്ളത് അത്രയും അളവിൽ അവൻ മുനാഫിക്കാവും. ഏതുവരെ? ഹത്താ യദഅഹ, അതാണ് ഉപേക്ഷിക്കുന്നത് വരെ. ജീവിതത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ പറ്റാണ് മാറ്റി നിർത്തിക്കൊള്ളണം. എന്തൊക്കെയാ ഇതിൽ പറയുന്നത്? ഇദഅ്തുമിന ഖാന, സ്വഭാവങ്ങൾ പറയണം, മുനാഫിക്കാവിൻ തീരുന്ന സ്വഭാവങ്ങളാണ്. ഇദഅ്തുമിന, വിശ്വസിക്കപ്പെട്ടാൽ, ഖാന, അവൻ ചതിക്കും. വിശ്വസിച്ചാൽ ചതിക്കുക. നമ്മളൊരാളെ അമാനത്ത് ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു വസ്തുവായിരിക്കാം, എന്നിട്ട് നമ്മൾ അയാളെ ചതിക്കുക. വിശ്വസിച്ച്, വിശ്വാസവഞ്ചന നമ്മൾ സാധാരണ പറയുന്നതാണ്. നമ്മളുടെ കയ്യിൽ ഒരു വസ്തു ഒരാൾ തന്നു, ഇത് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മടക്കി തന്നാൽ മതി. അത് വസ്തുവാകാം, പണമാകാം, ആഭരണമാകാം, മറ്റു ഏത് സാധനങ്ങളും ആവാം. ചെറിയ വസ്തു തൊട്ട് വലിയ വസ്തുക്കൾ വരെ ആവാം. നിങ്ങൾ ഞാൻ വരുമ്പോൾ എനിക്ക് തിരിച്ചു തരണം എന്ന കരാറോടുകൂടി ഒരാളുടെ കയ്യിൽ ഒരു വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അയാൾ പറയണം നിങ്ങൾ തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തരുമ്പോൾ തന്നെ ഈ സാധനത്തിന് ഇങ്ങനെ കേടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഏൽപ്പിച്ച സാധനം അയാൾ ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെ അമാനത്തിൽ അയാൾ വഞ്ചന കാണിക്കുക. അത് വിശ്വാസ വഞ്ചനയാണ്. അത് മൂമിന് ചേർന്നതല്ല, മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. അതേപോലെ തന്നെയാണ് ഒരാളോട് നമ്മളൊരു സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അയാളോടൊരു അമാനത്തായിട്ട് പറഞ്ഞതാണ്, ഇനി ആരോടും പറയരുത് കേട്ടോ. അയാളത് മറ്റൊരാളോട് പറഞ്ഞാലോ? അയാൾ നമ്മളെ ചതിച്ചു. വിശ്വാസ വഞ്ചനയാണ് അയാൾ കാണിക്കുന്നത്. നമ്മളൊരാൾക്ക് ഫോൺ ചെയ്യാണ്, ഫോൺ ചെയ്യുമ്പോൾ അയാൾ നമ്മളറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുകയാണ്. അയാൾ വലിയ വഞ്ചനല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ പറയണം നമ്മൾ ആ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുകയും അയാൾ അറിയാതെ റെക്കോർഡ് ചെയ്ത് അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതും വിശ്വാസവഞ്ചനയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേപോലെ തന്നെ കളവ് പറയുക, വഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും, അതൊക്കെ കാപട്യമാണ്. വഇദാ ആഹദ, അവൻ വല്ല കരാറും ചെയ്താൽ ഗദറ, അവൻ ചതിക്കും, ലംഘിക്കും. കരാറുകൾ ചെയ്താൽ, ഞാൻ ഇന്ന സമയത്ത് വരാം, അല്ലെങ്കിൽ നമുക്ക് നാളെ ഇന്ന സമയത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ ഞാൻ ഇത്ര നിനക്ക് സഹായിക്കാം, ഇങ്ങനെയൊക്കെ ഒരാളോട് കരാറ് പറഞ്ഞതാണ്. പക്ഷേ അവൻ ചതിക്കാണ്, വഞ്ചിക്കും. നാലാമത്തെ സ്വഭാവം പറഞ്ഞത് വൈദാ ഖാസമ, ഒരു പരസ്പരം തർക്കത്തിലേർപ്പെട്ടാൽ ഫജറ, തമ്മിൽ തെറ്റിയാ പിന്നെ ഫജറ, തോന്നിവാസം ചെയ്യും. പരിധിവിട്ട വർത്തമാനങ്ങൾ, പരിധിവിട്ട എഴുത്തുകൾ, പരിധിവിട്ട സംസാരങ്ങൾ, പരിധിവിട്ട പെരുമാറ്റങ്ങളൊക്കെയാണ് കാണിക്കുക എന്നാണ്. ഇതൊക്കെ മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ധാരാളമായി കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണിത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവൻ ഖാലിസായ മുനാഫിഖാണെന്ന് പറഞ്ഞിടത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നിഫാഖ് എന്ന് പറയുന്നത് രണ്ട് ഇനമുണ്ട്. ഒന്ന് നിഫാഖുൻ ഇഅ്തിഖാദിയുൻ എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ അഖീദയിലുള്ള കാപട്യം, വിശ്വാസത്തിലുള്ള കാപട്യം. അത് കടുത്ത നിഫാഖാണ്. അവർ കാഫിറുകളാണ്, നരകാഗ്നിയുടെ അടിത്തട്ടാണ് അവർക്കുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞ മുനാഫിഖീങ്ങളാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് ഖുർആനിലുണ്ടല്ലോ. നരകത്തിയുടെ ഏറ്റവും അടിയിലെ തട്ടിലാണ് മുനാഫിക്കുകളുടെ വാസം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേത് മുനാഫിക്കാണ്? അത് ഈ മുനാഫിക്കല്ല. ആ മുനാഫിക്ക് അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ഒക്കെ അവിശ്വസിച്ചവരാണ്. പുറത്തേക്ക് ഇങ്ങനെ ഈമാൻ പുറത്തേക്ക് പറയും, ഉള്ളിൽ കുഫറാണ്. അവനൊരു വിശ്വാസമല്ല, അള്ളാഹുവിൽ വിശ്വാസമല്ല, റസൂലിൽ വിശ്വാസമല്ല. അങ്ങനെ നിഫാഖുൻ ഇഅ്തിഖാദി, വിശ്വാസപരമായ കാപട്യം, അത് അങ്ങേയറ്റത്തെ കടുത്ത കാപട്യവും കാലാകാലം അവർ നരകത്തിലുമായിരിക്കും. കാഫിറുകളാണ് അവർ. അതേ അവസരത്തിൽ ഇപ്പറഞ്ഞത് അതല്ല, ഇത് നിഫാഖുൻ അമലി, ഇത് കർമ്മരംഗത്തുള്ള, സ്വഭാവരംഗത്തുള്ള ഒരു കാപട്യമാണ്. അള്ളാഹുവിലും പരലോകത്തിലൊക്കെ അവന് വിശ്വാസമുണ്ട്, പക്ഷെ ചിലപ്പോൾ നോണ പറയും, അതേപോലെ തന്നെ ചതിക്കും. അങ്ങനെ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഒരാൾ കാഫിറാകൂല. അതേപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള കാഫിറായ മനുഷ്യനോ നരകത്തുനിന്ന് ഒഴിവാകൂല. ഇതങ്ങനെയല്ല. ഇത് ഏറ്റവും ഇതിൻ്റെ ഗൗരവം മറ്റേ മുനാഫിക്കിനോട് സാദൃശ്യമായി പോകുന്ന അത്രക്കും കടുത്ത തെറ്റാണിത്. എന്നാൽ ഇസ്ലാമെന്ന് പുറത്തു പോകൂല, നരകത്തിൽ ശാശ്വതവാസിയാകൂല, കാഫിറാണെന്ന് മുദ്ര കുത്തപ്പെടുകയില്ല. എന്നാൽ കടുത്ത ഹറാമുകളാണ് താനും. ആ കാര്യങ്ങളാണ് 4 ഇതിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതിലും പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ത് തന്നെയാണ്? അവൻ കള്ളം പറയും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ആളുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളം പറയുന്നു. യാതൊരു മടിയും ഇന്ന് ആ കാര്യത്തിൽ ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകൾ പാലിക്കാത്തവരുണ്ട്. താൻ ഏറ്റെടുത്ത ജോലി
കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ പോലും അത് കാപട്യമാണ്. വിശ്വസിച്ചാൽ ചതിക്കും എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഖിയാനത്തുൽ അമാനത്ത്, അമാനത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്താതെ ചതി കാണിക്കുന്നതിൽ പെട്ടതാണെന്ത്? മനുഷ്യൻ ഒരു ജോലി ഏറ്റെടുത്തിട്ട് ആ ജോലി അവൻ കൃത്യമായി ചെയ്യാതെ അങ്ങനെ തിരിഞ്ഞു കളിക്കുക എന്നുള്ളത്, അവൻ വാങ്ങുന്ന ശമ്പളത്തോട് കൂറുകാൽ പാലിക്കാതെ, അവൻ പ്രവർത്തിക്കാതെ വെറുതെ തന്നെ ജോലി ഏൽപ്പിച്ച ആളോട് വിശ്വാസ വഞ്ചന കാണിക്കലാണത്. കടുത്ത ചതിയാണ് ആ ചെയ്യുന്നത് എന്ന്. മാതാപിതാക്കൾ തൻ്റെ മക്കളെ വളർത്തുന്ന വിഷയത്തിലും കുടുംബത്തോട് ഏറ്റവും നല്ല നിലക്ക് അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും അമാനത്ത് ഏറ്റെടുക്കപ്പെട്ടവരാണ്. ആ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന രക്ഷിതാക്കളും അങ്ങനെ മക്കളുടെയും കുടുംബങ്ങളുടെയും തെർബിയത്ത്, അവരുടെ ഇസ്ലാമിക പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത രക്ഷിതാക്കളും ഈ ഗണത്തിൽ പെടുമെന്ന് ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ പള്ളിയിലെ ഇമാമത്ത് ജോലി നിർവഹിക്കുന്ന ഒരു ഇമാമ്, ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കുന്ന ഒരു ഇമാമ്, ജുമായും ജമാഅത്തും നിസ്കരിക്കുന്ന ഒരു ഇമാമ്, സമയത്തിന് അദ്ദേഹം പള്ളിയിൽ ജമാഅത്തിന് എത്തുന്നില്ല. ചിലപ്പോൾ വൈകിട്ട് വരും, ചിലപ്പോൾ നേരത്തെ വരും. ഏറ്റെടുത്തിട്ടുള്ള ഡ്യൂട്ടിയുള്ളത് ഭംഗം വരുത്തലല്ലേ? അതേപോലെ തന്നെ പിറകിലുള്ള മഅ്മൂമുകൾക്ക് ഒരുപാട് പ്രയാസകരമായ നിലക്ക് ചിലപ്പോൾ ദീർഘിച്ചോതുക, ചിലപ്പോൾ ഫാത്തിഹ പോലും ഓതാൻ സമയം കൊടുക്കാതെ, നിസ്കാരത്തിലെ ദിക്റുകൾ പോലും കൃത്യമായി നിർവഹിക്കുവാനുള്ള അവസരം കൊടുക്കാതെ ഹൈസ്പീഡിൽ നിർവഹിക്കുക. ഇതൊക്കെ താൻ നിർവഹിക്കുന്ന അമാനത്തിൽ വീഴ്ച വരുത്തുന്നതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ആധുനികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ഇടപാടുകളിലുമുണ്ട് അമാനത്ത്. ആ അമാനത്തിൻ്റെ നേർ വിപരീതമാണ് ഖിയാനത്ത്, വഞ്ചന. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കള്ളം പറയാൻ പാടില്ല. അതുപോലെ തന്നെ വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കൽ പാടില്ല. അതേപോലെ തന്നെ തമ്മിൽ തെറ്റിയാൽ, പരസ്പരം പിണങ്ങിയാൽ പരിധി വിട്ടുകൊണ്ടുള്ള ചീത്തവിളികളും പരിധി വിട്ടുകൊണ്ടുള്ള തെമ്മാടിത്തങ്ങളും ആ നിലക്കുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും അതൊന്നും മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. മറിച്ച് ഈ പറഞ്ഞ 4 കൂടി ഉണ്ടായാൽ മുനാഫിക്ക് തന്നെയാണ്. ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അതിനനുസരിച്ചവൻ മുനാഫിക്കാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹത്താ യദഅഹാ, അത് ഒഴിവാക്കുന്നത് വരെ അവൻ മുനാഫിക്കായിട്ട് എണ്ണപ്പെടും എന്നൊക്കെ ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. അതാണ് മുഹാസബത്ത് എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, എന്താ ഈ മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ വിചാരണ ചെയ്യലാണ് മുഹാസബ എന്ന് പറയുന്നത്. മുഹാസബ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം വിചാരണ നടത്തുക. ആരും എന്നെ വിചാരണ നടത്തുന്നില്ല, ഞാൻ എന്നെ വിചാരണ നടത്തുകയാണ്. അതാണ് ആത്മവിചാരണ. റബ്ബേ, ഇന്ന് രാവിലെ പുലർന്നത് മുതൽ ഈ സമയം വരെ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. അബദ്ധങ്ങൾ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ് ഇനി ആ അബദ്ധം ജീവിതത്തിൽ വരാതെ നോക്കി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കലാണ് ആത്മവിചാരണ കൊണ്ടുള്ള ഫലം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഗുരുതരമായ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എന്നിലുണ്ടായി കഴിഞ്ഞാൽ റബ്ബേ, ഞാനും മുനാഫിക്കാവില്ലേ? അത്ര ഗുരുതരമായൊരു തെറ്റല്ലേ അത് എന്ന് ചിന്തിച്ച് അതിൽ നിന്നൊക്കെ വിട്ട് നമ്മുടെ ജീവിതത്തെ സ്വയം തന്നെ ഒന്ന് അളന്ന് പരിശോധിച്ച് ഒരു നന്മയുടെ വഴിയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുവാൻ അത്തരം പരിശോധനകൾ സാധിക്കും. അത് മുഖേന നമുക്ക് എളുപ്പമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന, അവൻ വിരോധിച്ചിടത്ത് നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന സ്വഭാവമുള്ള, ആ സ്വഭാവ മഹിമയുള്ള ആളുകളിൽ, സൂക്ഷ്മാലുക്കളിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും തെറ്റുകളും അവൻ്റെ മഹദായ ഫള് കൊണ്ട് പൊറുത്തു തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.